ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഭാവന ഗാർഡൻസിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വോയിസ് ഓവർ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര മഴയുടെ സൗണ്ട് ആയതുകൊണ്ട് അത് കേൾക്കാൻ പറ്റിയില്ല. അത് കാരണം ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്താണ് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിന് അടുത്തുള്ള ഈ ഇതാണ് അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത് കണ്ട, ഇതൊക്കെ അടിപൊളിയാണ്. മുള്ളുചെടിയാട്ടോ. ഇതിൻ്റെ പേരെന്നെ എനിക്കറിയത്തില്ല. അത്യാവശ്യം എണ്ണ എടുക്കുന്നുണ്ടോ, കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ഇത് നമ്മുടെ കുറെ വീടുകളിലൊക്കെ നല്ല കുറെ ഇതൊക്കെ ഷോ പർപ്പസിന് വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ, ഷോ അടക്ക അങ്ങനെ ഒരു പേരുണ്ട് അതിന്. അതായത് കൊള്ളാം. തയ്യാണെന്ന് തോന്നല്ലേ? അല്ല, ഒന്നുമല്ല, തെങ്ങിൻ തയ്യാണ്. ഇത് തെങ്ങിൻ തയ്യാണ്. കൊള്ളാം, അടിപൊളിയാണ്. അവര് ആ താമര എല്ലാം കൂടി ഈ കുളത്തിൽ കൊണ്ടിട്ടാൽ ചൂട് നല്ലതായിരിക്കും. ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. അതായത് നോക്കൂ, ഇവരിവിടെ ഈ തൈയൊക്കെ വന്ന് ഇവിടെ നിൽക്കുന്ന കാരണം ഈ കുളം. പക്ഷെ ഇവിടെ താമര ഇട്ടിട്ടുണ്ട് കേട്ടോ. അവരത് താമര കിളുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ കൈസടിപൊളിയാണ് ഇത്. കണ്ടോ, ഇത് ഡ്രസ് ഉണ്ടല്ലോ. ഇത് നോക്കിയേ, ഇതിന്റെ പ്ലാന്റ് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് അല്ലേ ഇത് വളർന്നിരിക്കുന്നത്. ഇത് എന്നിട്ടാണ് അതിന്റെ മേളിലോട്ട് ഇത് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 10,000 രൂപ വില വരുന്ന ഒരു സാധനമൊക്കെ ആയിരിക്കും ഇത്. കൊള്ളാം, അടിപൊളിയാണ്, സൂപ്പർ. ഇത് നല്ലൊരു ലീഫുള്ളൊരു ചെടിയാണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയാലും അതിനുള്ള ധനമുണ്ട്. പക്ഷെ ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇത് മീഷോന്ന് ഞാൻ ഈ ചെടി വാങ്ങിച്ചായിരുന്നു. ഏകദേശം ഒരു 125 രൂപയ്ക്ക് നമുക്ക് ഈ ചെടി നമുക്ക് വെച്ച് കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ ഈ ചെറിയ ചെടിയുടെ തന്നെ ഇവിടെ വലിയൊരു ചെടിയുണ്ട് കേട്ടോ. ഇത് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. കൊള്ളാല്ലേ. ഇതൊക്കെ കൊണ്ടുപോയി നമുക്ക് വീടിന്റെ അകത്തൊക്കെ വെക്കുകയാണെങ്കിൽ, അല്ലേ, വീടിന്റെ അകത്ത് വെക്കാൻ പറ്റത്തില്ല, ഇത്രയും വലുതല്ലേ, പുറത്തേ വെക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ എന്തുവാണ്, കാടും പടലാണ്. കുരുമുളകുണ്ട് ഇവിടെ, നോക്കൂ, നിറച്ച് കുരുമുളകുണ്ട്. അപ്പം ഞാൻ ഈ കാണുന്ന ചെടിച്ചട്ടി അങ്ങ് വാങ്ങിച്ച് വീട്ടിലേക്ക് യാത്രയായി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ.